എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉത്തർപ്രദേശിൽ ചന്ദോളി ജില്ലയിൽ സാഹ്പൂർ ഡെങ്കറ എന്ന ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ വീടുകളുടെ ഒരു സ്റ്റൈൽ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കും. ഇത് കണ്ടോ, മണ്ണ് കൊണ്ടുള്ള വീടാണ്. ഇത് കണ്ടോ, ഈ വീടിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കേട്ടോ. ഇത് മണ്ണ് കൊണ്ടുള്ള വീടാണ്. ഇത് കണ്ടോ, ഇത് എത്ര കട്ടിയാണെന്ന് നോക്കി. ഇത് കണ്ടോ, ഭയങ്കര വീതിയാണ് ഇതിന് ഭയങ്കര വീതിയാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇത് കണ്ടോ, ഈ ഗ്രാമത്തിലേക്ക് ഒന്ന് കടന്നില്ല. ഇത് കണ്ടോ, ഇത് പഴയ കാലത്തെ വീടാണ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കാശുള്ള ആളുകളുടെ വീടായത്. നമ്മൾ ചിന്തിക്കും ഇത് സാധാരണ പാവപ്പെട്ട ആളുകളുടെ വീടാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇത് കണ്ടോ, ഇതൊക്കെ നല്ല കാശുള്ള ആളുകളുടെ വീടാണ്. ഇത് ഏതാണ്ടൊരു 3 അടി 4 അടി വീതി ഈ മണ്ണിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നല്ല തണുപ്പും അതേപോലെ തന്നെ തണുപ്പ് കാലത്ത് നല്ല ചൂടും കിട്ടും. ഇനി നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ അകത്തേക്കൊന്ന് പോകാം. ഇത് കണ്ടോ, ഒരു വീടിൻ്റെ സ്റ്റൈലൊന്ന് നോക്കി. ഇത് കണ്ടോ, ഓട് വെച്ചേക്കുന്നുണ്ടോ, ചെറിയ ഓടാണ്. ഇതുണ്ടോ, ചെറിയ ഓട് വെച്ച് വീട് ഉണ്ടാക്കിയേക്കുന്നുണ്ടോ. ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ വൈക്കോല്, ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഈ വൈക്കോല ഉണ്ടോ, ഇത് വൈക്കോലാണിത്. ഇതിനിവിടെ ഫൂസ എന്നാ സാർ, ഫൂസ എന്ന് പറയും. ഇതുണ്ടോ, ഈ വൈക്കോല അതിൻ്റെ അകത്ത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പ് ചൂട് കാലത്ത്, അതുപോലെ തന്നെ ചൂട് കാലത്ത് നല്ല തണുപ്പും തണുപ്പ് കാലത്ത് നല്ല ചൂടും കിട്ടും. ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്, അതുകൊണ്ട് പട്ടാപ്പകൽ ഇപ്പോൾ സമയം 3 മണിയായി. ഈ സമയത്തും ഇവിടെയുള്ള ആളുകൾ ഇവിടെ തീ കത്തിച്ച് കായുന്നതാണിത്. ഇത് കണ്ടോ. പിന്നെ ഇവിടുത്തെ ഒരു തൊഴുത്ത്, നമ്മുടെ നാട്ടിൽ പറഞ്ഞ തൊഴുത്തുണ്ടല്ലോ, ഇവിടെ തൊഴുത്തൊന്നുമില്ല. ഇതിങ്ങനെയാണ് ഈ പശുക്കളെ ഇവിടെ കെട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ ചാണകം. ഇതുണ്ടോ, ഈ ചാണകം ചാണകവും വൈക്കോലും കൂടി മിക്സ് ചെയ്തിട്ട് ഇവരിത് ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പം ഉത്തർപ്രദേശിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഈ പാലുൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. നല്ല പച്ചക്കറി കിട്ടും, അതോടൊപ്പം തന്നെ പാലുൽപ്പാദിപ്പിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലുള്ള ആൽമരങ്ങളൊക്കെ ഉണ്ട്. ഏത് ഗ്രാമത്തിൽ ചെന്നാലും അവിടെ ഒരു ആൽമരം കാണും, അതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും ഒരു വിഗ്രഹം കാണും. അത് ചെറിയൊരു അമ്പലം പോലെ. അപ്പോൾ ഇന്നിവിടെ കമ്പിളി വിതരണമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അതുകൊണ്ട് കമ്പിളി വിതരണമാണെന്ന്. ഇവിടെ ഏതാണ്ട് ഒരു 50 പേർക്ക് ഉള്ള കമ്പിളിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സൈഡിൽ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. കമ്പിളി വിതരണമാണ്. അതിനു വേണ്ടി ഈ ഗ്രാമത്തിൽ വന്നതാണ്. അപ്പോൾ ഇത് ഒരു ആൽമരമാണ്. ഇതിങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ഒരു തുണി ഇപ്പോൾ വിരിച്ചിട്ടേക്കുന്ന അതെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അതെന്താണ് ആ തുണി എന്നുള്ളത്. അത് നമ്മുടെ നാട്ടിലെ കോണകം. അപ്പം അതിന് കോണകം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പം ഇത് ഇങ്ങനെ ഈ വൃക്ഷത്തിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ചെറിയ കടകളുണ്ട്. ഇതുണ്ടോ, ആളുകൾ തീ കത്തിച്ച് കായുന്ന. ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ടോ, ചെറിയ ഒരു തൊഴുത്ത്. ചെറിയ തൊഴുത്തുകളുണ്ട്. ഇതുണ്ടോ, തൊഴുത്ത്. പിന്നെ ചെറിയ കടകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ഗ്രാമത്തിൻ്റെ അകത്തൊക്കെ ഉണ്ടോ, ചെറിയ കടകളുണ്ട്. ചെറിയ കട. ഇവിടുത്തെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വെള്ളത്തിന് 5 അടി താത്തിയ വെള്ളം കിട്ടും. ഇതുകൊണ്ടോ, ചാപ്പാക്കല്ല്. ഇതുണ്ടോ വെള്ളം. ഇത് ഇങ്ങനെ കറണ്ടിൻ്റെ ഇതാണ്. ഇതിൻ്റെ അകത്ത് തന്നെ മോട്ടർ വെച്ചിട്ടുണ്ട്. ഈ മോട്ടറിന് സമ്മർസേബിൾ എന്നാണ് പറഞ്ഞത്. സമ്മർസേബിൾ. ഇതിൻ്റെ അകത്ത് തന്നെ മോട്ടർ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു 10 അടി താത്തിയ വെള്ളമാണ്. എന്നാൽ നല്ല കുടിവെള്ളം കിട്ടണമെങ്കിൽ ഒരു 100 അടി 150 അടിയൊക്കെ താത്തുകയാണെങ്കിൽ നല്ല
കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അവർ അത്രയൊക്കെ താത്തും. എന്നാൽ വെള്ളത്തിന് വേണ്ടിയാണ് ഒരു 10 അടി താത്തിയാൽ ഇവിടെ വെള്ളം കിട്ടും. ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതിയും ഇവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ടോ. ഇപ്പം പിന്നെ പുതുതായിട്ട് കട്ട വെച്ചുള്ള വീടുകളൊക്കെ വന്നു. ഇതുണ്ടോ, ഇവിടെ കട്ട വെച്ചുള്ള വീടുകളൊക്കെ വന്നു. बाबा आपका कितना उम्र है? हमार हाँ, अरे इधर देखो बोलिए. हाँ, हमार कम से कम 77 ഉമ്മർ. उम्र 77 77 വയസ്സുള്ള ഒരു ചേട്ടനാണിത്. ഉണ്ടോ, എന്താ ആരോഗ്യവാനാന്ന് നോക്കിയേ. स्वास्थ्य सही है ना? हाँ क्या क्या काम करते हैं आप? अब काम कुछ हो 10 सिरे का बोझा नहीं साहब उठत. अच्छा, हाँ 10 सिरे का बोझा कपारे पर नहीं जाता. आप कितना साल से ये गांव में रहते हैं? अरे हमारे 18 पैदाइश है भाई साहब. अच्छा, ठीक है. ये गांव का क्या नाम है? शाहपुर, ഡംഗ്ര സാപ്പൂർ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഇത് കണ്ടോ, ഇനി ഇവിടെ ഈ വൈക്കോല് ഇത് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇത് കണ്ടോ, ഇത് പശുവിന് കൊടുക്കാനുള്ള സാധനമാണ്. ഇത് നമ്മുടെ നാട്ടിലെ വൈക്കോലാണ്. ഇതിങ്ങനെ അരിഞ്ഞ് ഈ വൈക്കോല് ഇത് കണ്ടോ, പശുവിന് കൊടുക്കാനുള്ള പശുവിന് കൊടുക്കാനുള്ളതാണിത്. ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. ഇത് കേട്ടോ, ഇത് ചാണകം. ഈ ചാണകവും ഈ വൈക്കോലും കൂടെ കൂട്ടി കുഴയ്ക്കും. ഇത് കണ്ടോ, ഇവിടെ നോക്കി കാണാൻ പറ്റും. ചാണകവും വൈക്കോലൂടെ കൂട്ടി കുഴച്ചിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ച് വെക്കും. ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിച്ച് വെക്കും, ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് കത്തിക്കാൻ വേണ്ടി, ഇതാണ് ഇവിടെ തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതിന് 1 രൂപ 2 രൂപ ഓരോ സ്ഥലത്തെ സാഹചര്യങ്ങൾ വെച്ച് 1 രൂപ 2 രൂപയ്ക്കാണ് അതിൻ്റെ വില. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഗ്രാമങ്ങളുടെ അവസ്ഥ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് കണ്ടോ, ഇപ്പം ഈ ആടൊക്കെ നിൽക്കുന്നുണ്ടോ? തണ്ടാണ് സാർ, ഇതുണ്ടോ, ഈ ആടൊക്കെ നിൽക്കുന്നുണ്ടോ? അപ്പം ഇനി ഇതുണ്ടോ, ഒരു വീട്. ആ വീട് ഇച്ചിരൂടെ നല്ല ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും മണ്ണ്. ഇത് ഊപ്പർ ബി മിട്ടി ലഗാത്ത സാർ, ഊപ്പർ ബി ഇതുണ്ടോ, ഇതിൻ്റെ മുകളിലും ഇതുണ്ടോ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇവിടെ ഈ ഇതുപോലെയുള്ള നമ്മുടെ നാട്ടിലെ ഇല്ലിയുടെ ശിഖരങ്ങളായതുകൊണ്ടോ, ഇല്ലിയുടെ ശിഖരങ്ങളാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ്, ആ മുകളിൽ മണ്ണാണ്. ഇതുണ്ടോ, ശിഖരങ്ങൾ, അതിൻ്റെ മുകളിൽ മണ്ണാണ്. അതിൻ്റെ മുകളിലാണ് ഓട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട്. അപ്പോൾ ചൂട് കാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചൂടും കിട്ടും. അതാണ് ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമത്തിലെ ഒരു അവസ്ഥകൾ. ഇതൊക്കെ തീ കത്തിച്ച് ആളുകൾ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടുത്തെ കടകളൊക്കെയാണ്. എന്തായാലും ഇവിടെ ഇങ്ങനെയുള്ള ഈ ഗ്രാമത്തിലൊക്കെ വരാനും കാണാനുമൊക്കെ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്, ഒരു അവസരങ്ങളാണ്.